ഈ പുതുജീവൻ ഡി അഡിക്ഷൻ ആൻഡ് കൗൺസിലിംഗ് സെൻറ്ററിൽ കൂടി അനേക കാര്യങ്ങൾ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞു. ഇതിൽ എടുത്തു പറയത്തക്ക ഇതുവരെയുള്ളവർക്ക് ഈ ആത്മീയ ശുശ്രൂഷയിൽ എടുത്തു പറയത്തക്ക ആളുകളുടെ സാക്ഷികൾ വല്ലതും വളരെ ഇത് ഒന്നാമത്തെ കാര്യം, ഇത് ഞാനല്ല തമ്പുരാനായി ചെയ്യുന്നത്. രണ്ട്, ട്രിവാൻഡ്രം ജില്ലയിലെ ആദ്യത്തെ കളക്ടർ എ അബ്ദുൽ സലാമിൻ്റെ മൂത്ത പുത്രൻ എ റഷീദ്, അദ്ദേഹം നമ്മുടെ സെൻറ്ററിൽ നിന്ന് റിക്കവറി ആയത്. അയാട്ടയുടെ മാനേജറായിരുന്നു. വന്നു. ഹക്കെന്ന് പറഞ്ഞാൽ ഒരു സഹോദരൻ ഇവിടെ തിരുവനന്തപുരത്ത് പട്ടത്ത് താമസിക്കുന്നുണ്ട്. അവരുടെ അറിവിലൂടെ നമ്മുടെ അടുത്ത് വന്ന് നിന്നു. പുള്ളി യേശുവിനെ സ്വീകരിച്ചു. ബാപ്റ്റിസം കഴിഞ്ഞു. 2 വർഷത്തിന് മുമ്പ് മരിച്ചു. അതുപോലെ തന്നെ 8ഓളം വിവാഹങ്ങൾ നടന്നു. ബ്രോക്കൺ ഫാമിലീസ് എല്ലാം റീജോയിനായി. അതായത് ഫിലിം സ്റ്റാർ സായികുമാറിൻ്റെ കസിൻ, അതായത് ഇപ്പോഴത്തെ ഇവിടുത്തെ BJPയുടെ വലിയൊരു നേതാവിൻ്റെ കസിനാണ് രാകേഷ്. അവന് ദുബായിൽ ഒരു മന്ത്രിയുടെ PRO ആയിരുന്നു. നല്ല ഇവിടുത്തെ ഇന്ത്യൻ കറൻസി 60,000 ഒരു ദിവസം കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചു. വന്നത് ഒരു ലുലു മാളിൻ്റെ കിറ്റുമായിട്ടാണ്. ഇന്ന് അദ്ദേഹം അന്തസ്സായിട്ടൊരു കുടുംബജീവിതം. അത് വെള്ളറടയിലെ ബ്രദറൻ ചർച്ചിലെ മുരളി എന്ന് പറയുന്ന സഹോദരൻ്റെ മോളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. പിന്നെ ഇന്ന് സ്വിറ്റ്സർലൻഡിലൊരു സഹോദരനുണ്ട്. അങ്ങനെ ഒരുപാട് പേര് കർത്താവിൻ്റെ കൃപയാൽ. അതുപോലെ തന്നെ ലേഡീസ് 7ഓളം ലേഡീസ് ഈ ലഹരി അടിമയായി, മൊബൈൽ അഡിക്ഷനായിട്ട് ഒക്കെ വന്ന് റിക്കവറി പല സ്ഥലങ്ങളിൽ. ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ കാഞ്ഞിരംപാറയിൽ ഒരു അബു, ഉള്ളൂർ ഒരു അമ്പിളി സന്തോഷ്, SIയുടെ 2 കൈയും വെട്ടിയ ഒരു സഹോദരൻ സുവിശേഷകനാണ്. പാളയത്തൊരു തങ്കച്ചൻ. അങ്ങനെ പലരും ട്രിവാൻഡ്രം എല്ലാ ഡിസ്ട്രിക്റ്റിലും മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും സാക്ഷികളായ സഹോദരങ്ങളും. സഹോദരൻ ജയിലിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഡി അഡിക്ഷൻ ആൻഡ് കൗൺസിലിംഗ് സെൻറ്റർ, സ്ട്രീറ്റ് ഇവാഞ്ചലിസം, ഫിലിം ഷോ, ജയിൽ മിനിസ്ട്രി, ഡി അഡിക്ഷൻ ക്യാമ്പുകൾ 7 days നിർത്തും. ആഫ്റ്റർ ദാറ്റ് അവരെ സെൻറ്ററിൽ കൊണ്ടുപോകും. എല്ലാം കൂടെ 1 മാസം വരെ നിർത്തും. അപ്പോഴേ റിക്കവറിയിലേക്ക് വരുത്തും. പിന്നെ സ്കൂൾ കോളേജ് മിനിസ്ട്രി. ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും മൊബൈൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ അത് ഭയങ്കര ഏകദേശം 32ഓളം സ്കൂളുകളിൽ, പൂവാറ്, ഓലത്താനി, നെയ്യാറ്റിൻകര സ്കൂളുകളിൽ ചെയ്യാനുണ്ട്. എക്സൈസുമായിട്ട് വിമുക്തിയുമായിട്ട് ചേർന്ന് അവിടെ സെക്കുലറായിട്ടാണ്. ആഫ്റ്റർ ക്ലാസ് കഴിയുമ്പോൾ ഇതുപോലൊരു നോട്ടീസ് വന്നു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറയും. ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതിലേക്ക് വിത്ത് പ്രിൻസിപ്പാളിൻ്റെ സാങ്ഷനോടോ അല്ലെങ്കിൽ ഗാർഡിയൻസോ ഫോൺ ചെയ്യും. അവർ നമ്മളെ ഇൻഡിവിജ്വലായിട്ട് കൗൺസിൽ നമ്മുടെ സെൻറ്ററിൽ വരും. പച്ചയായി യേശുവിനെ കൊടുക്കും. ഈ ആത്മീയ രോഗത്തിന് ഒരു മരുന്നുമില്ല. ഇത് പാപമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. പല സ്ഥലങ്ങളിൽ ഹൗസ് ചർച്ചസുകളും ഇൻക്ലൂഡിങ് മുസ്ലിം ഫാമിലീസ് ആൾസോ. അങ്ങനെ പോകുന്നു മിനിസ്ട്രികൾ. ജയിലിൽ ഇപ്പോൾ ബ്ലോക്കായി. ഇപ്പോഴത്തെ DGP കൊടുക്കുന്നില്ലെങ്കിലും നമ്മൾ പഴയ ലൈസൻസ് വെച്ച് റിക്വസ്റ്റ് ചെയ്താൽ 2-3 പേർക്ക് കയറാൻ നമ്മളെക്കുറിച്ച് നല്ലൊരു അവർക്കുണ്ട്. അങ്ങനെ നമ്മൾ പോകും. നിങ്ങൾ ഈ ഡി അഡിക്ഷൻ കൗൺസിലിംഗ് സെൻ്റർ എന്ന് പറയുമ്പോൾ ഈ ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനും അവരെ കൂടുതൽ പുനർജീവിപ്പിച്ച് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ വിടാൻ, അത് നിങ്ങൾക്കിങ്ങനെ കൊണ്ട് താമസിപ്പിക്കാനൊക്കെയുള്ള ലീഗൽ പെർമിഷൻ ഉണ്ടോ? ലീഗലായിട്ട് നിങ്ങൾക്ക് ഇല്ലാതെ ചെയ്യാനൊക്കത്തില്ലല്ലോ. അതായത് വിമുക്തിയുടെ ലോഞ്ചിങ് ടൈമിൽ അന്ന് ബഹുമാന്യനായ ഋഷിരാജ് സിംഗ് സാറും അനുപമ മാഡവും ആയിരുന്നു ഇവിടെ എക്സൈസ് മന്ത്രി. ആരാണ് ഞാൻ വിമുക്തിയുമായിട്ട് ചേർന്നാണ് നിങ്ങൾ ചെയ്യുന്നത്? വിമുക്തിയായിട്ട് ചേർന്നായിരുന്നു. അപ്പോൾ അന്ന് ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു. എല്ലാവരും പൈസയെക്കുറിച്ച് ഗ്രാൻഡ് വേണം, അങ്ങനെ വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ടെസ്റ്റ് മണി എന്തെങ്കിലും പറയാനോ ഞാൻ പറയുന്നതിൻ്റെ ഒരു ടെസ്റ്റ് മണി. അപ്പോൾ സാറ് എല്ലാവർക്കും ഋഷിരാജ് സിംഗ് സാറിനെ അറിയാമല്ലോ, പുള്ളി സ്ട്രേറ്റ് ഫോർവേഡാണ്. പുള്ളി എനിക്ക് സമയം ഗ്രാൻഡ് ചെയ്തു 15 മിനിറ്റ്. അപ്പം നിങ്ങളെന്താ പൈസയെക്കുറിച്ചൊന്നും ചോദിക്കാത്തത്? ഞാൻ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടെ സകലതും ലഭിക്കുന്നു. വെരി ഗുഡ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട്
എന്താണ് നിങ്ങളുടെ നീഡ്? ഞങ്ങൾ സാറേ എനിക്ക് സ്വന്തമായ സ്ഥലമില്ല, റെൻ്റഡ് ബിൽഡിങ്ങിലാണ്, അത് കാരണം 10 പേരെ. അങ്ങനെ ആലപ്പുഴ ജില്ലയിലെ സുരേഷ് ചാഡ് സാർ എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി കമ്മീഷണറിലൂടെ നമുക്ക് റെൻ്റഡ് ബിൽഡിംഗ് സെൻറ്റർ നടത്താനുള്ള ഒരു സാങ്ഷൻ ലഭിച്ചു. അപ്പം എക്സൈസിൽ മുക്തി, നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ്, അനാട്സ് ഇവർ ചേർന്ന് ഞങ്ങൾ ഈ ഡി അഡിക്ഷൻ സെൻറ്റർ, അതായത് 7 ദിവസത്തെ ക്യാമ്പിന് ശേഷം ആഗ്രഹമുണ്ട്, ആരെയും കമ്പൽ ചെയ്യത്തില്ല. ക്യാമ്പിന് പോലും അവർ കുടിച്ചുകൊണ്ട് വന്നാലും ഞങ്ങളുടെ മേത്തൊക്കെ ഛർദ്ദിച്ചും ഞങ്ങളെ വഴക്ക് പറഞ്ഞും ഒക്കെ ചെയ്തിട്ട്, പക്ഷേ ഇവരെല്ലാം നല്ല മിടുക്കന്മാരായി പോവുകയാണ്. എല്ലാവർക്കും നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് സാർ. പക്ഷെ അവിടെ അടുത്ത് ചെല്ലാൻ ആ ഒരു ശമരിയാക്കാരൻ്റെ ഉപമ ബൈബിളിലുണ്ട്. അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുമ്പോൾ 2 പേര് കണ്ടിട്ട് കാണാതെ, എന്നാൽ ഒരു ശമരിയാക്കാരൻ വന്ന് അവൻ്റെ ഇനോവായി കയറ്റി ദേവാലയത്തിൽ കൊണ്ടെത്തിച്ചു. ആ മിനിസ്ട്രി അതിൽ ഞങ്ങളെയും എൻ്റെ അടുത്താരും ഇല്ലായിരുന്നു. എൻ്റെ റിലേറ്റീവ്സ് തന്നെ ഞാൻ മതം മാറിയോ പിടിച്ച്, ഇത് മതം മാറ്റുന്ന പരിപാടിയേ ഇതിനകത്തില്ല. എൻ്റെ കൈ മുറിച്ചാലോ ജബ്ബാറിനെ മുറിച്ചാലും തോമാച്ചൻ്റെ മുറിച്ചാലും ഒരേ രക്തമാണ്. ഇത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിക്കാം. ഇന്ന് എന്നെ പിടിച്ച CI ഗോപാലകൃഷ്ണൻ സാറ് ആലപ്പുഴയിലെ ഷാരോൺ ചർച്ചിൻ്റെ പാസ്റ്ററാണ്. അതുപോലെ അനേകർ ഇതൊരു കൺവെൻഷൻ്റെ പരിപാടിയല്ല ഇത്. അത് ആഗ്രഹമുള്ളവരെടുക്കുന്നു. അവരെല്ലാം നല്ല വ്യക്തിത്വത്തിനുടമയായി. ഞാൻ പറഞ്ഞല്ലോ, പാപത്തിൻ്റെ ചികിത്സ ഭൂമിയിൽ ഒരു മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കാൻ പറ്റത്തുമില്ല. അതിൻ്റെ ഏക ചികിത്സയാണ് ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ നടന്ന യാഗം. ഇത് പച്ചയായി വരച്ച് അത് ഞങ്ങൾ എക്സൈസ് ആയിട്ട് ചേർന്ന് സ്കൂളുകളിൽ നടത്തുമ്പോഴും ഞങ്ങളുടെ റിക്കവറി ടെസ്റ്റ് മോണി എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ആ സമയത്ത് ഗോപാലകൃഷ്ണനെ വിടുവിച്ച, അല്ലെങ്കിൽ റോബിനെ വിടുവിച്ച, റോബിൻ എന്ന് പറഞ്ഞ വ്യക്തി ആലപ്പുഴയിലെ ഡെപ്യൂട്ടി തഹസിൽദാരുടെ മകനാണ്. ജന്മന CSE ബാക്ക്ഗ്രൗണ്ട് ജനിച്ച സഹോദരനാണ്. അമ്മയെ തല്ലാൻ കസേര എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് തമ്പുരാൻ്റെ അടുത്തേക്ക് അവനെ ധ്യാനത്തിന് കൊണ്ടുവന്നു. ഇന്നൊരു സെൻറ്റർ നടത്തുകയല്ല. അപ്പം ആ ദൈവത്തെ പ്രസൻറ്റ് ചെയ്യുക, ആഗ്രഹിക്കുന്നവരെ മാത്രമേ ഞങ്ങൾ നിർത്തത്തുള്ളൂ. അപ്പോൾ റിക്കവറി ആയി പോകുന്നു. ആ ഡെമോ, ആ സാക്ഷ്യം കണ്ടിട്ട് അടുത്തവർ വരും. അതായത് പബ്ലിസിറ്റിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയാണ്. നിങ്ങൾക്ക് എത്ര സെൻ്ററുണ്ട് കേരളത്തിൽ ഇപ്പോൾ എടുത്തു പറയത്തക്കൊണ്ടും? വേറെ ഞാൻ ഇതിൻ്റെ ഒന്നും ഒരു ഉത്തരവാദിത്ത സ്ഥലത്തില്ല. പ്ലാന്റിംഗ് ആണ് എന്നെ. ഇതേ വിഷനുള്ളവരെ ആഗ്രഹിച്ച് ചോദിക്കുവാണെങ്കിൽ അവർക്കിത് പറഞ്ഞു കൊടുത്തിട്ട്, അവർക്ക് ആഗ്രഹമുണ്ട്, അവരുടെ കൂടെ പോയി നിന്ന് 2-3 മാസം അവിടെ നിന്ന് അത് പ്ലാന്റ് ചെയ്ത് വളർത്തി, അവരിൽ തന്നെ ആഗ്രഹം ഉണ്ടായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അവർ തന്നെ അത് റണ്ണപ്പ്. അങ്ങനെ ഒരുപാടുണ്ട്. വയനാട് തന്നെ ഇപ്പം 4 ധ്യാന കേന്ദ്രമുണ്ട്. ഗോവ, ബോംബെ, ഇവിടെ ഇപ്പം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര പഴയകട, പല സ്ഥലങ്ങളിൽ ക്യാമ്പ് സൈറ്റുകളുണ്ട്. അവിടെ എല്ലാം ആളുകളെ കൊണ്ടുപോയി, അവിടെ എല്ലാ ആൾക്കും എല്ലാ കർത്താവിനെ പറ്റി പറയും. യേശുവിലൂടെ അല്ല രക്ഷയില്ല, മറ്റൊരുത്തരിലും രക്ഷയില്ലല്ലോ. അങ്ങനെയാണ് ഗോപാലകൃഷ്ണൻ എൻ്റെ അമ്മാൻ്റെ ആശുപത്രി കൊണ്ട് എത്ര പ്രാവശ്യം ചികിത്സിച്ചു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് ഫസ്റ്റിലെ സ്ഥാപിച്ചത് ബില്ലും പോകുവാണ് 1957. അവർ വ്യവസായി, ഒരു ഡോക്ടറായിരുന്നു. ഹോളി സ്പിരിറ്റ് സ്റ്റാർട്ട് ചെയ്ത ഇപ്പം ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ രോഗം മുഴുവൻ നടക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിച്ച്, ഞാൻ അതിൻ്റെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, ഞാൻ റിസൈൻ ചെയ്തതാണ്. എനിക്ക് യേശുവിനെ മാത്രമേ ഉയർത്താൻ പറ്റത്തുള്ളൂ. എന്നെ ദൈവം വിടുവിച്ച് മറ്റേ പല മാർഗങ്ങളും നോക്കിയിട്ട് രക്ഷയില്ല. ഈ ക്രിസ്തു മാർഗത്തിലൂടെയാണ് അത്. ഞങ്ങൾ ക്യാമ്പിന് വരുമ്പോഴേ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന ക്രിസ്തീയ ഉപദേശമാണെന്നും മാനസാന്തരം, രക്ഷാസ്നാനം ഇവയാണ് ഇവിടെ പ്രസംഗിക്കുന്നതെന്നും എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് മേടിച്ചിട്ട് നിർത്തത്തുള്ളൂ. അതിൻ്റെ റെക്കോർഡെല്ലാം പോലീസിനെ കാണിച്ചേ പോകത്തുള്ളൂ. അല്ലാതെ നമുക്ക് രഹസ്യമായിട്ടുള്ള പരിപാടികളൊന്നും നമുക്കില്ല. അങ്ങനെ തന്നെ ചെയ്യുന്നു. സഹോദരൻ പല പ്രാവശ്യം നിങ്ങൾ ധ്യാനങ്ങൾ നടത്തുന്നതായിട്ട് പറഞ്ഞു. എന്താണ് ധ്യാനം? ഇത് പല ജാതികളും പല സമുദായങ്ങളും ഒക്കെ നടത്തുന്നു. അതിനൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ ഡിഫറൻ്റാണ് ദൈവം ചെയ്യുന്ന ധ്യാനം. അതായത് ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നവരെ, അത് പോലീസ് കൊണ്ടുവന്നാലും ആര് കൊണ്ടുവന്നാലും അവരെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കും. ആഗ്രഹമുള്ളവരെ ഒരു 10 പേര് 15 പേര്, മാക്സിമം 20 നമ്പേഴ്സ്, അതിൻ്റെ കൂടുതലെടുക്കുന്ന ഒരു ക്ലാസ് റൂം അറ്റൻഷൻ നമുക്ക് വേണം. ഇവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള സകല ഹിസ്റ്ററിയും നമുക്ക് വേണം.
അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഒരു പോലീസ് ഓഫീസർ, സെക്കൻഡ് ഒരു എക്സൈസ് ഓഫീസർ, അല്ലെങ്കിൽ എക്സൈസ് ഓഫീസറാണ് മെയിൻലി വരുന്നത്, അവരുമായിട്ട് ടൈപ്പായിട്ടാണ് വിമുക്തി എന്നാണ് വരുന്നത്. രണ്ടാമതൊരു ഡോക്ടർ. ഇവർ രണ്ടുപേരും പ്രസൻറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ മൂന്നാം മുറയ്ക്കോ ഞങ്ങളുടെ മെഡിസിനോ നിങ്ങളെ ഗുണപ്പെടുത്താൻ ഒക്കത്തില്ല, യേശുവിലൂടെ രക്ഷയുള്ളൂ. അവർ തന്നെ അത് പ്രസൻറ്റ് ചെയ്ത് യേശുവിൽ ചാരി ഞങ്ങളിൽ തന്നാൽ പിന്നെ ദൈവ സാന്നിധ്യ ബോധം എന്നൊരു ക്ലാസ്സാണ്. നീ പട്ടിയുടെ കൂടെ കിടന്നപ്പോഴും, നീ കാണേ കിടന്നപ്പോഴും, ഭാര്യയെ തൊഴിച്ചപ്പോഴും, നീ വണ്ടിയെ കയറിപ്പോയപ്പോഴും, നിനക്ക് മുമ്പേ പോയ വണ്ടി ആക്സിഡൻ്റ് ആയപ്പോൾ നിന്നെ രക്ഷിച്ചതും ഈ സാന്നിധ്യമാണ്. അതാ യെശയ്യാ 43:4 പറയുന്നത്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ, അങ്ങനെ ആ വചനമായിട്ട് ചേർന്ന് ദൈവസാന്നിധ്യ ബോധം, ദൈവസ്നേഹം, മാനസാന്തരം, പാപബോധം, രക്ഷാനിർണയം, ഇങ്ങനെ ബാപ്റ്റിസം വരെയുള്ള ക്ലാസ്സുകൾ സാറ്റർഡേ വരെ പോകും. ഇതിനിടയ്ക്ക് ഈ പുട്ടിന് വീരയിടുന്നത് പോലെ റിക്കവറി ആയ നൊട്ടോറിയസ് ക്രിമിനൽസ് ഉണ്ട്. എന്നവരൊക്കെ പാസ്റ്റർമാരാണ്. ഗോവയിൽ ഞങ്ങൾ ധ്യാനം നടത്തിയപ്പോൾ, ഗോവ അറിയാമല്ലോ, അവിടെ വീട് മദ്യപാനം, മൂത്രപ്പരയെന്ന് മദ്യപിച്ച് കിടന്ന് ദാവീദ് എന്ന് പറയുന്ന മുസ്ലിം സഹോദരനെ എടുത്തുകൊണ്ട് പോയതിന് ഇന്ന് ബീഹാറിൽ പാസ്റ്ററാണ്. കാസർഗോഡ്, അതുപോലെ കോട്ടയത്ത് എന്നൊക്കെ പറയാൻ വമ്പം ഗുണ്ടകളായിരുന്ന സഹോദരൻ ഒക്കെ ഇന്ന് ചർച്ചിൻ്റെ എൽഡേഴ്സാണ്. ലീഗലി ഡിവോഴ്സായ ഫാമിലി ഒരുമിച്ച് ജീവിക്കും. അപ്പം അത് കാണുമ്പോൾ എങ്ങനെ നടത്താതിരിക്കാൻ പറ്റും? വേറെ സഹോദരൻ്റെ പല ഫാമിലികളും ബ്രോക്കണായി അവരെ വിളിച്ചു വരുത്തുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ബ്രോക്കൺ ഫാമിലീസ്, ലീഗലി ഡൈവേഴ്സ് ആയവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും കൂട്ടി യോജിപ്പിച്ച്? അത് നമ്മുടെ ടീം എന്ന് പറഞ്ഞാൽ സഹോദരിമാരുണ്ട്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, സഹോദരങ്ങളൊക്കെ ഉണ്ട്. ഈ വരുന്ന മകൻ ഹസ്ബൻഡായിരിക്കാം, മകനായിരിക്കാം, അവൻ്റെ ആ മാറ്റം നമ്മൾ രഹസ്യമായി ഭാര്യയെ അറിയിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം അവൻ അവിടെ നിൽക്കുമ്പോൾ ബിഗിനിങ് ക്യാമ്പ് ഇവൻ അറ്റൻഡ് ചെയ്യുക, സെക്കൻഡ് ക്യാമ്പിന് ഭാര്യയെ കൂടെ നമ്മൾ, അപ്പോൾ ഇവനെ മാനസാന്തരപ്പെട്ട് കരയാൻ തുടങ്ങി കഴിയുമ്പോൾ ഭാര്യയുമായിട്ട് റിലേറ്റ് ചെയ്യും, ഫോൺ കോളിലൂടെ. രണ്ടാമത്തെ ധ്യാനത്തിന് ഭാര്യ വരും, ഒരുമിച്ചിരുത്തും. ഈ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, തടിയുടെ വളവിലും ആശാരിയുടെ പണിയിലും കുഴപ്പമുണ്ട്. അപ്പോൾ ഇവന് വേറെ ആശ്രയമില്ലാത്ത കാരണം ഇവൻ മദ്യം ഉപയോഗിക്കുന്നു. ഇല്ല, ഇവള് ഈ കാലമാണെങ്കിലും പോയിരുന്ന് ഞാൻ വേറെ ജീവിച്ചോളാം എന്നുള്ള രീതിയിൽ. പക്ഷേ ബൈബിളിൻ്റെ വചനപ്രകാരമുള്ള കുടുംബം എന്തെന്നുള്ള, കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം എന്തെന്നുള്ളത് ബൈബിളിനെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുക്കുമ്പോൾ രണ്ടുപേരും കരയാൻ തുടങ്ങും. ഇവൾ ആദ്യം എന്നോട് ക്ഷമിക്കണം, റീമാരേജ് ആയിരിക്കും അവിടെ. കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾ കൂടെ ആ മാരേജിൽ പങ്കെടുക്കും. അവരെയും വെറുതെ ഇരുത്തില്ല. ചൈൽഡ് ഇവാഞ്ചലിസം എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്, അവരെ വിളിച്ച് ആ ടൈമിൽ തന്നെ അവർക്കും അവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് സന്തോഷത്തോടെ ആ കുടുംബങ്ങളാണ് സാക്ഷ്യം പറയുന്നത്. ആ കുടുംബം വന്ന് നിന്ന് സാക്ഷ്യം പറയുക. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന് പറ്റിയ ടെസ്റ്റിമോണികൾ നമ്മൾ ആഡ് ചെയ്ത് ഈ മഹത്തരമായ ശുശ്രൂഷ ഇതിലും വിപുലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹോദരന് താല്പര്യമില്ലേ? അത് ആഗ്രഹമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഫെയ്ത്ത് ലൈഫാണ്. ഞാനൊരു ഫണ്ട് റൈസിങ്ങോ, എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. ആരോടും ഞാൻ ഒന്നും ദൈവവേലയ്ക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു പരിപാടി. ദൈവം പറഞ്ഞാൽ അത് നടത്താനുള്ള സോഴ്സുകൾ ദൈവം ഒരുക്കും. ഈ ട്രിവാൻഡ്രത്ത് തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് 2 മാസത്തിന് മുമ്പ് അവിടുത്തെ ഒരു സഹോദരനും ഒക്കെ ആയിട്ട് ചേർന്ന് ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തി. ഞാൻ പട്ടിയുടെ കൂടെ കിടക്കുന്നതും ജയിലിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതും ആയ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും 6-7 പേര് മുൻപോട്ട് വന്നു. അവരെ എല്ലാം കൂടെ അണച്ചൊരു അറ്റ്ലീസ്റ്റ് ഒരു 10 പേരെ വെച്ചാൽ ആ ഭാഗത്തൊരു കമ്പയിൻ നടത്താൻ പറ്റും. അതിന് ഫൈനാൻസ് ആവശ്യമാണ്. അപ്പം അങ്ങനെ ഒരുപാട് നീഡ് ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുണ്ട്, എല്ലായിടത്തും. ഇത് പോലീസിനെ കൊണ്ടോ മെഡിസിൻ കൊണ്ടോ ഒന്നും ഇത് നിൽക്കത്തില്ല. ഇതിനും യേശുവിലൂടെ അല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹം ഉള്ളിലുണ്ട്. അതിനുവേണ്ട സോഴ്സുകൾ ഉണ്ടാകണം, ഫൈനാൻസ് വേണം. എത്രയോ രൂപ വെറുതെ സ്പോയിൽ ചെയ്യുന്ന ആത്മീയ ഗുണം. ഇതുപോലുള്ള ജെനുവിൻ നീഡിന് എന്തെങ്കിലും ചെയ്താൽ
ആ വ്യക്തി, ആ ദക്കപ്പൊലി നാട്ടിലെ ആ സഹോദരൻ വിടുവിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിൻ്റെ പുറകെ ചെന്നപ്പോൾ കർത്താവ് സുവിശേഷത്തിൽ അവൻ്റെ അടുത്ത് മാത്രമേ കർത്താവ് നീ ഇപ്പോൾ വരണ്ട, നീ പോയി നിന്നെ തന്നെ വീട്ടുകാർക്കും. അവൻ പോയി ദക്കപ്പൊലി നാട് മുഴുവൻ വിടിച്ചവനെ ഘോഷിച്ചെന്ന്. ഇവൻ്റെ ഒരു ഉഷ്ണത്തിൻ്റെ മാറ്റം മതി. ഒരു കൺവെൻഷൻ നടത്തേണ്ട ഏറ്റവും ചീഞ്ഞ് ചെളി കിടക്കുന്ന ഒരുത്തനെ നല്ലവനാക്കി നമ്മുടെ കൂടെ സഹകരിപ്പിക്കുമ്പോൾ ആ ഒരു ഡെമോ മതി. അതിന് ദൈവം വഴി തുറക്കണം. അതാണ് എൻ്റെ ആഗ്രഹമുണ്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം പ്രിയ സഹോദരൻ്റെ സാക്ഷ്യങ്ങളും താൻ ചെയ്ത മഹത്തരമായ ശുശ്രൂഷകളും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം ഈ കാലയളവിൽ ഡ്രഗ് അഡിക്ട്സും മീഡിയ അഡിക്ഷനും ഒക്കെയുള്ള അനേക ചെറുപ്പക്കാരും ഈ സമൂഹം വളരെ നശിച്ചുകൊണ്ട് അധാർമ്മികമായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ വളരെ ആവശ്യമാണ്. അതിനുവേണ്ടി ഇതിൽ സഹകരിക്കാൻ അനേക സഹോദരന്മാർ മുന്നോട്ട് വരണം. ഈ സഹോദരൻ ചെയ്യുന്ന ശുശ്രൂഷയോടും സഹോദരൻ്റെ ടീമിനോടും ചേർന്ന് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ദൈവഹിതമെങ്കിൽ നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇത് തുറന്ന് ചെയ്യുവാൻ ആഗ്രഹമുള്ള സഹോദരന്മാർ മുന്നോട്ട് വരണം. നിങ്ങളുടെ സഹായവും സഹകരണവും പ്രാർത്ഥനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.